ആടിവാ കാറ്റേ ആടിവാ കാറ്റേ ആയിരം പൂക്കൾ. എനിക്ക് എന്തോ പാടാൻ എന്തോ കഴിവുണ്ട് പറഞ്ഞിട്ട് കളിയാക്കിയപ്പോ എനിക്ക് സന്തോഷം കിട്ടിയില്ല. അല്ല ഇത് പാട്ട് തന്നെന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടെ. എന്തിനാണ് ഒരാളങ്ങനെ കളിയാക്കുന്നത്? എനിക്കെന്ത് പാടാൻ പറ്റും അല്ലെങ്കിൽ മിമിക്രി അറിയില്ല ഞാനേ. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനേ ഒരു കാര്യങ്ങളൊക്കെ പറയാണ്ട്. ഇപ്പൊ നമ്മളെ കഥാപാത്രം തന്നെ കുഞ്ഞാപ്പൂന്റെ ഉമ്മ ഞാൻ മറന്ന് വീവാത്തുമ്മ. അപ്പൊ ചിലവരുണ്ട് ചോദിച്ച് വീവാത്തുമ്മാന്റെ സൗണ്ട് ആരെ എടുക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് സൗണ്ട് എടുക്കുകയാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. വീവാത്തുമ്മാന്റെ പിന്നെ ആമീൻ താത്താന്റെ അങ്ങനെ 2-3 സൗണ്ട് എടുക്കുകയാണ്. തെറ്റിന് ക്ഷമിക്കണം. അത് ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ ആദ്യം എടുക്കണത് ആരച്ചണ്ട ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ തീരുമാനിക്കണം. ആ മനുഷ്യനൊക്കെ കാട്ടുന്നത് കണ്ടില്ലേ? എല്ലാരും കൂടി ഒന്ന് അടിക്കല്ലിട്ടാ. എന്താണ് അടക്ക്? ഇന്റെ കെട്ടിയോനാണത്. അടിക്കാൻ വരിക എന്റെ കണ്ണ് ഞാൻ പൊട്ടിക്കൂ. റബ്ബിലായ മായ തമ്പുരാനെ മനുഷ്യനെ അടിച്ചേ. അപ്പൊ ഒരു സൗണ്ട് എടുത്ത് ഇനി അടുത്തത് നമ്മളെ എടുക്കാൻ പോകുന്നത് നിങ്ങൾ ആളെ ഞാൻ പറയില്ല, പറഞ്ഞു വെക്കാം. ഹിറ്റ്ലർ എന്ന സിനിമയിൽ ഞാൻ അന്ന് ഹിറ്റ്ലർ കാണുമ്പോ കേട്ടതാണ് ആ സൗണ്ട്. എന്താണോ നോക്കണത്? കണ്ടാലാരോ കള്ള ലക്ഷം ഉണ്ടല്ലോ. സോറി, അക്കൗണ്ട് പോയി. എന്താണോ നോക്കണത്? എന്താണോ നോക്കണത്? ഞാൻ എടുത്തു നോക്കിയതാണ്. കൊറേ മുന്നെടുത്തിന്നാണ്. പണ്ട് സൗണ്ട് എന്തൊക്കെ എടുത്തുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾ പറയും ഞാന് പേരെന്താണ്? അടർഭാഗന്റെ എടുത്തു നോക്കിയതാണ്. ഇനി അടുത്ത ഞങ്ങൾക്ക് തന്നെയല്ലേ അത് നോക്കണ്ട. അടർഭാഗന്റെ എടുത്തു നോക്കിയാണ്. ഇനി അടുത്ത ഞാനൊരു ഏറ്റവും ഇഷ്ടം ജാനകി അമ്മയുടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒന്നായിട്ട് വാക്കൊന്ന് മൂടി വെക്കട്ടെ ഞാൻ. മൂടണ്ട, പാടിക്കോ. ആയിരം പൂക്കൾ ആടിവാ കാറ്റേ ആടിവാ കാറ്റേ ആയിരം പൂക്കൾ. അങ്ങനെ നോക്കിട്ടാ അതിന് തെറ്റിന് ക്ഷമിക്കുക. കാരണം ഞാൻ വലിയ കലാകാരനൊന്നുമല്ല. ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് 1500, 800, 3000 ഞാനേന്ന് ഫസ്റ്റ് ഓട്ടത്തില്. എന്റെ ഒരു അനുഭവം എന്ന് പറയുമ്പോ ഞാന് ഒരു സംതിങ് 6-ലോ 7-ലോ പഠിക്കുമ്പോ ഞാനേന്ന് നമ്മളെ GP സ്കൂളിൽ വിന്നർ. എന്നെക്കാട്ടും മുന്നേ 2-3 ചെക്കന്മാരുണ്ടായിരുന്നു. രമേശ് 2-3 ആൾക്കാരുണ്ടായിരുന്നു. അന്ന് ഞാൻ മെനിഞ്ഞ് തീർക്കിൽ പോലെ ചെയ്യുന്നു. അപ്പൊ അവരെ അവരുടെ സ്റ്റാറുകള് 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത്. അപ്പൊ അവരുണ്ട് ഓടിയപ്പോ ഞാൻ അവരോട് കവർ ചെയ്ത്. അപ്പൊ അവരിങ്ങനെ മേപ്പെട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വേറെ സ്കൂളിൽ പോയിട്ട് അവിടുന്ന് ഞങ്ങൾ എന്താണ് അന്ന് മുക്കല മുക്കല അവിടെ പോയിട്ട് വന്ന് കപ്പൊക്കെ സ്കൂൾ എടുത്ത് കൊടുത്ത് പിന്നെ ഞങ്ങൾ ജില്ലയിൽ പോയി. സബ് ജില്ലയെന്ന് അറിയില്ല. അന്ന് എനിക്കൊരു ഭയങ്കര അമ്മളി പറ്റി എന്താണെന്നറിയാമോ? ഞങ്ങൾ സ്പോർട്സിൽ നിന്ന് അപ്പോ ഓട്ടത്തില് ഇതിന്റെ ഒരു അഹങ്കാരം ഞാൻ പറഞ്ഞത് ഓടിക്കൊണ്ട് ഇരിക്കുമ്പോൾ, കാരണം അവിടെയൊക്കെ ഞാനതിന് ഫസ്റ്റ്. ഞാൻ 2-ാം സ്ഥാനത്ത് പിന്തള്ളപ്പെട്ട്. 2-ാം സ്ഥാനത്ത് പിള്ളപ്പെട്ടപ്പോ അവൻ എന്റെ ഫ്രണ്ടിനൊരു പയ്യുണ്ട്. ഞാൻ ആ പയ്യനെ പിടിച്ച് വലിച്ച്. അപ്പോ അവിടെ ആ ഓട്ടം ക്യാൻസലാക്കി. ഞാൻ അന്ന് അവിടെ പിടിച്ച് വലിച്ചില്ലെങ്കിൽ 2-ാം സ്ഥാനം കിട്ടിയെന്ന്. പിന്നെ 2-ാമട്ടം ആ സ്പോർട്സ് നടന്നപ്പോ ഞങ്ങൾ 10 ആളില് ഞാൻ 10-ാം സ്ഥാനം എത്തി. കാരണം എന്താണെന്നറിയോ? അന്നത്തെ ടീച്ചേഴ്സിനോട് ഞാൻ പറഞ്ഞു കേട്ട് ആ ചെക്കൻ നമ്മളെ മനെ പിടിച്ച് വലിച്ചത്. പിന്നെ എനിക്ക് ഭയങ്കര ഭയമായി. അന്ന് ചെറുപ്പം ചെക്കനല്ലേ. അന്ന് ഞാൻ പേടിച്ചിട്ട് ഞാൻ തോറ്റു കൊടുത്തു. തോറ്റു കൊടുക്കാണെങ്കിൽ എന്റെ മനസ്സിലൊരു ഭയം വന്ന്. അപ്പൊ അന്ന് ഞാൻ എന്ന് വെച്ചാൽ ഞാൻ മറ്റേ സ്കൂളൊക്കെ മുന്നിൽ നിൽക്കണ്. അപ്പൊ 1-ാം സ്ഥാനം പോയിച്ചിട്ട് ഞാൻ അന്ന് ചെയ്തതാണ്. ഇന്ന് എനിക്കൊരു ഖേദമായി. എനിക്ക് ബുദ്ധിക്ക് അതേമാതിരി ഒന്നും പറയേണ്ടത് അതല്ലേ ഞാൻ സംസാരിക്കട്ടെ. അതേമാതിരി അന്ന് അറിയാൻ ഞങ്ങൾ സ്കൂളിൽ കാലത്ത് ഞങ്ങളെ സ്കൂളിൽ നിന്ന് ഒരു ചെറിയ ഒരു ഇടവേളക്ക് മാത്രം ഓടിക്കോളൂ. അന്ന് ഞങ്ങൾക്ക് ഒരു പരിശീലനം ഒന്നുമില്ല ഞങ്ങളെല്ലാവർക്കും. ഇന്ന് അതേമാതിരി ഉണ്ടെങ്കിൽ അന്ന് എന്റെ സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കാറില്ല. അന്ന് കുട്ടികളല്ല. ഇന്ന് എന്താ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, ഒക്കെ നഷ്ടപ്പെട്ട്. ഇന്ന് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാനും പ്രോത്സാഹിക്കാനൊക്കെ ആൾക്കാരുണ്ട്. പക്ഷെ അത് ഭയങ്കര ഒരു ഖേദമാണ്. എന്റെ മനസ്സിൽ മറക്കാൻ പറ്റാത്തൊരു ഖേദമാണ്. അപ്പൊ ഇന്നത്തെ കുട്ടികളോട് ഞാൻ പറയാനുള്ളത്, ഇന്ന് പറയും മൊബൈൽ കളിക്കുന്ന പിള്ളേരാണ്. എന്നാലും ഓട്ടത്തിലുണ്ടെങ്കിൽ ഒക്കെ സൂക്ഷിച്ച് വെക്കുക. ഇപ്പൊ ഇന്ന് എന്റെ മക്കളുണ്ട്, ഇനി കള്ളാനടുത്തൊക്കെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ അവര് 1 മുതൽ ഇപ്പൊ ഒരാളെ 7-ലെത്തി. ആ 1 മുതൽ ആ പുസ്തകമൊക്കെ ഞാൻ പെണ്ണുങ്ങളെ ആർക്കും കൊടുക്കണ്ട, സൂക്ഷിച്ച് ചളയുന്നു. കാരണം അങ്ങനെ സൂക്ഷിച്ച് വെക്കണം. ഇല്ലതും
കാരണം പഠിക്കാൻ കൊടുത്താലും ഒരു തിരിച്ചു മേടിക്കണം. കാരണം ഇപ്പൊ ഒക്കെ ഫ്രീ ആയി കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലയോ. അപ്പൊ ഇനി ഞാൻ വേറെ എന്തെങ്കിലും പറയാം, കാരണം ഇങ്ങനെയൊക്കെ പറയല്ലേ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞാപ്പൂന്റെ ഉമ്മയാണ് ഇപ്പൊ തൽക്കാലിക്ക് എടുക്കണില്ല. അപ്പൊ ഞങ്ങൾ പുതിയൊരു കഥാപാത്രം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊക്കെ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. കാരണം ജനങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട്. കാരണം സത്യം പറഞ്ഞ തന്നെ ഈ കുഞ്ഞാപ്പൂന് ചിലവർക്ക് ഭയങ്കര ബോറടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ചിലവർ പറയുന്നുണ്ട് വീഡിയോ കാണാനില്ല. പിന്നെ ഞങ്ങളെ വീഡിയോ എന്റെ ഒരു ഫേസ്ബുക്ക് ഉണ്ട്, അതിൽ ഹനീഫ കാണിച്ച് ഞാൻ റീൽസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹനീഫ ചെയ്യുമ്പോ എന്താ വീഡിയോ ഒന്നും ചെയ്യണില്ലേ എന്ന്. അപ്പൊ എല്ലാവരോടും പറയാം, ഫേസ്ബുക്കിൽ കാണുന്ന ആരുണ്ടെങ്കിൽ പറയാം, ഞങ്ങൾ KBS ബ്ലോഗിൽ വരാത്തവരോ പറയും, മോണിറ്റേഷൻ വരാത്ത എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് വരാതിരിക്കുക. അങ്ങനെ അല്ല, ഞാൻ ചെയ്യുന്നില്ല ഫേസ്ബുക്കിൽ ഇപ്പൊ വീഡിയോ ചെയ്യണില്ല. കാരണം വെച്ചാ സത്യം പറഞ്ഞ വെക്കേഷനില് 2 മാസം ഞാൻ എണിച്ചു വരുമ്പോത്തിന് ഇന്റെ ചെറിയ ചേക്കം ഓക്കെ ഗെയിം എടുത്ത് നെറ്റ് കഴിക്കൂടൂ. പിന്നെ ഞാൻ വിചാരിച്ച് പിള്ളേരല്ലേ അവര് കുറച്ചേരം കളിച്ചോട്ടെ വിചാരിച്ച്. പറഞ്ഞു ചാനലിന്റെ പേര് പറഞ്ഞു, ഹനീഫ ഫേസ്ബുക്കിൽ അടിച്ച കാണാം. അതൊരു വീഡിയോ 4 ലക്ഷത്തിന്റെ അടുത്ത് കണ്ടിരിക്കണ്. പിന്നെ അങ്ങനെ കണ്ടിരിക്കണ്, കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇനിയിപ്പോ നമ്മളിങ്ങനെ മിമിക്രി എടുത്തുകൊണ്ടിരിക്കില്ലേ ഇന്ന്. ഇനിയിപ്പോ അടുത്തത് അല്ല ഞാൻ മറന്നു പറഞ്ഞോ, ഇതിപ്പോ മിനിറ്റുകൾ കുറവായി. എന്നാ സ്റ്റോപ്പ് ആക്കി കളി. അടുത്ത വീഡിയോ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ KBS ബ്ലോഗ് കാണാൻ സപ്പോർട്ട് ചെയ്യാം.